أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد وبارك وسلم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآخرين منهم لما يلحقوا بهم ബഹുമാന്യ അധ്യക്ഷൻ കോഴിക്കോട് ജില്ലാ അമീർ സാഹിബ് AM മുഹമ്മദ് സലീം സാഹിബ്, സാജിദ് സാഹിബ്, മറ്റ് സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകം അള്ളാഹുവിനെ വിസ്മരിച്ചു പോവുകയും ദൈവത്തോടുള്ള കടമകൾ മനുഷ്യൻ മറന്നു പോവുകയും അങ്ങനെ തിന്മകളിൽ അതിരുകടക്കുകയും ചെയ്ത സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനപ്രകാരം ആ കാലത്തെ സംബന്ധിച്ചും ആ അവസ്ഥകളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്തിരുന്നു. അതിനുള്ളൊരു പ്രതിവിധി എന്ന രീതിയിൽ വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിൽ നിയോഗിക്കുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്ത് വന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. ആ അള്ളാഹുവിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക, ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, അവനിലേക്ക് ആളുകളെ അടുപ്പിക്കുക. അതിനുള്ള ഒരേ ഒരു മാർഗം ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മനുഷ്യർക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആ ഇസ്ലാം സത്യമാണ് എന്ന് സ്ഥാപിക്കുക. അതിന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ബറാഹിനെ അഹമ്മദിയ എന്നുള്ള ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി. അതിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിൻ്റെ സത്യതയെക്കുറിച്ചും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യസാക്ഷ്യത്തെ സംബന്ധിച്ചും ഇന്ന് ജീവനുള്ള ഒരു മതം ഇസ്ലാമാണ് എന്നും മറ്റു മതങ്ങളൊക്കെ ജീവനുള്ളതായിരുന്നെങ്കിലും അതിന്ന് നിർജീവമായി പോയിരിക്കുന്നു എന്നുമുള്ള സത്യം ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി. മാത്രമല്ല, ജനങ്ങൾ ഈ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാതിരുന്നത് കണ്ടപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകമായ രീതിയിൽ വിളംബരം മസീഹ് മൗഊദ് അലൈഹി സ്വലാം ലോക ജനതയോട്, അതിലെല്ലാ മതവിഭാഗങ്ങളും അവരുടെ നേതാക്കന്മാരൊക്കെ ഉൾപ്പെടുന്നുണ്ട്, അവരോട് പറയുകയുണ്ടായി. അതായത് ഇസ്ലാം ജീവനുള്ള മതമാണ്. അതിൻ്റെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ജീവനുള്ള ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. അന്നുള്ള വലിയ വലിയ പണ്ഡിതന്മാരെയും മതനേതാക്കന്മാരെയും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യത്തിലേക്ക് വേണ്ടി ക്ഷണിക്കുകയുണ്ടായി. അതായത് ഇസ്ലാം സത്യമാണ്, ഇന്നും ജീവനുള്ള മതമാണത്. അതിൻ്റെ ആ ജീവൽ ദൃഷ്ടാന്തങ്ങൾ ഇന്നും കാണിക്കുവാൻ അള്ളാഹുവിന് സാധിക്കുന്നു. ആ തെളിവ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഖാദിയാനിലേക്ക് വരിക.
എൻ്റെ അടുത്ത് നിങ്ങൾ ഒരു വർഷം നിൽക്കുകയാണെങ്കിൽ അതിനുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള ഇസ്ലാം സത്യമാണെന്നും ഇസ്ലാം സമർപ്പിക്കുന്ന ആ ദൈവം അതാണ് യഥാർത്ഥത്തിൽ ജീവനുള്ള ദൈവമെന്നും അത് ഇന്നും പഴയ പോലെ തന്നെ നിലകൊള്ളുന്നു എന്നുള്ള കാര്യം മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി. ഈ ലോകത്ത് മതങ്ങൾ പ്രവാചകന്മാർ മുഖേനയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒക്കെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇത് തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക, ആ അള്ളാഹുവിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുക, അങ്ങനെ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ തീർച്ചയായും ആ ലക്ഷ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ പിന്നെ മെല്ലെ മെല്ലെ അകലാൻ തുടങ്ങുന്നു. ആ ലക്ഷ്യത്തെ ജനങ്ങൾ മറക്കാൻ തുടങ്ങുന്നു. അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ മനുഷ്യർ അശ്രദ്ധയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവചനം ചെയ്ത പ്രകാരം അത് വെറും നാമം മാത്രവും ഖുർആൻ വെറും ലിപികൾ മാത്രവും അവശേഷിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ യഥാർത്ഥ ദൈവത്തെ സംബന്ധിച്ച് മനുഷ്യൻ അജ്ഞനായിരുന്നു. അതിനാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ രീതിയിൽ വിളംബരം ചെയ്തത്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യത്തിന് വേണ്ടി, അതായത് ഇസ്ലാം ജീവനുള്ള മതമാണ് എന്നും ഈ ഇസ്ലാമിന്റെ ദൈവം ഇന്നും തൻ്റെ പ്രാർത്ഥനകൾ, മനുഷ്യന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നു എന്നും അതുപോലെ തന്നെ അവൻ തൻ്റെ സജ്ജനങ്ങളോട് അവന്റെ വഹി മുഖേന സംസാരിക്കുന്നു എന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജീവൽ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യൻ അല്ലാഹു നൽകുന്നു എന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരാണോ അതിനാഗ്രഹിക്കുന്നത് അവർക്ക് അതിനുള്ള തെളിവുകളും അത്തരത്തിലുള്ള അടയാളങ്ങളും ഞാൻ കാണിക്കുന്നതാണ് എന്ന് പറയുകയുണ്ടായി. അന്ന് കാദിയാനില് ഏകദേശം ഒരു 10ഓളം ഹിന്ദു പ്രമുഖരായിട്ടുള്ള ആളുകൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, താങ്കൾ ലോകത്തോട് ഇസ്ലാമിനെ സംബന്ധിച്ചും ഈ രീതിയിൽ അതിന്റെ സത്യതയെ സംബന്ധിച്ചൊക്കെ വിളംബരപ്പെടുത്തുന്നു, അതിന്റെ അടയാളം കാണിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ് എന്ന് വിളംബരം ചെയ്യുന്നു. ഞങ്ങൾ താങ്കളുടെ അയൽവാസികളാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള അടയാളങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവരുടെ ഈ ഒരു അപേക്ഷ കേട്ടപ്പോൾ വളരെ സന്തോഷിക്കുകയുണ്ടായി. കാരണം കുറച്ചാളെങ്കിലും ദൈവത്തിലേക്ക് ശ്രദ്ധ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അടയാളങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയുണ്ടായി. മാത്രമല്ല അന്ന് ചില പ്രമുഖരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ അന്ന് വന്നിരുന്നത് അവർ ഇസ്ലാമിന്റെ സത്യത മനസ്സിലാക്കാൻ വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ഈ രീതിയിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാം സത്യമതമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ രീതിയിൽ വിളംബരം ചെയ്യുമ്പോൾ ഞങ്ങളത് കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല, ഞങ്ങളും അത് കണ്ടിട്ടുണ്ട് എന്നും അതുപോലെ ഞങ്ങൾ അതിനെ പ്രതികരിക്കുന്നുണ്ട് എന്നും കാണിക്കാൻ വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ കുറച്ച് ആളുകൾ അതിന് വന്നിരുന്നത്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിന് കുറെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. അതായത് ഈ അടയാളം കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിബന്ധനകളൊക്കെ വെച്ചിരുന്നു. അതൊന്നും അവര് യഥാർത്ഥത്തിൽ പാലിക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ലക്ഷ്യം ഞങ്ങളും ഇതൊക്കെ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ അനുയായികൾ ഞങ്ങളെ പറ്റി എന്ത് കരുതും എന്നൊക്കെ കരുതിക്കൊണ്ടായിരുന്നു അവർ യഥാർത്ഥത്തിൽ ഈ രീതിയിൽ മുന്നോട്ട് വന്നിരുന്നത്. ഏതായാലും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു പ്രവചന പ്രകാരം തന്നെ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്ത മസീഹിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു, വയതസവ്വജു വയൂലദു ലഹു, അതായത് വാഗ്ദത്ത മസീഹ് വിവാഹം കഴിക്കുന്നതാണ്. അപ്പം വിവാഹം കഴിക്കുമെന്ന് പറയുന്നത് സാധാരണ കാര്യമാണ്, അതായത് ഒരു പ്രത്യേകമായ വിവാഹമായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആ മഹാത്മാവിന് മക്കളുണ്ടാകും. ഇതും പൊതുവായ കാര്യമാണെങ്കിലും ഇവിടെ സുവാർത്ത നൽകപ്പെടുന്ന പ്രത്യേകമായ രീതിയിലുള്ള സൽഗുണങ്ങളോട് കൂടിയ മക്കളുണ്ടാകും എന്നുള്ള ആ പ്രവചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതാണ്. ഏതായാലും ഈ ഒരു പ്രവചനം ഒരു ഭാഗത്തുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രത്യേകമായ രീതിയിൽ ദുആ ചെയ്യാനും അതുപോലെ തന്നെ 40 ദിവസം ധ്യാനത്തിൽ മുഴുകാനും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തീരുമാനിച്ചു. മറ്റൊരു സ്ഥലമായിരുന്നു ആദ്യം മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിൽ കണ്ടത്.
അങ്ങനെ അവിടെ പോകാനൊക്കെ ആഗ്രഹിച്ച സമയത്താണ് അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നിർദ്ദേശം നൽകുന്നത്, താങ്കൾ പോകേണ്ടത് ഹോഷിയാർപൂരിലേക്കാണ്. അങ്ങനെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അഭീഷ്ടപ്രകാരം തന്നെ ഹോഷിയാർപൂരിലേക്ക് ഈ തപോയജ്ഞം നടത്തുന്നതിന് വേണ്ടി 40 ദിവസത്തെ ധ്യാനത്തിൽ മുഴുകുന്നതിന് വേണ്ടി മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് പോവുകയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കൂടെ 3 സഹാബാക്കളെ കൊണ്ടാണ് ഹോഷിയാർപൂരിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പുഴ കടക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കപ്പലിലാണ് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്നു. ആ സമയത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഈ 3 സഹാബാക്കളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, ജീവിതം എന്ന് പറയുന്നത് ഈ കപ്പൽ യാത്ര പോലെ തന്നെയാണ്. അതായത് ആ കപ്പൽ യാത്രയിലൂടെ അക്കരെ കടക്കാനും സാധിക്കും, എന്നാൽ അതേ കപ്പലിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ മുങ്ങി താഴ്ന്നു പോകാനും സാധ്യതയുണ്ട്. ഈ അധ്യാപനങ്ങൾ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിതം നയിക്കുകയാണ് എങ്കിൽ അവൻ വിജയിക്കുകയും അങ്ങനെ അവന് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അവൻ എത്താനും സാധിക്കുന്നതാണ്. അതല്ല മനസ്സിൽ സംശയങ്ങളും അതുപോലെ തന്നെ അശ്രദ്ധയും അതുപോലെ തന്നെ കർമ്മങ്ങളിൽ നിന്നൊക്കെ തന്നെ വിമുഖത കാണിച്ചുകൊണ്ടൊക്കെയാണ് ഒരാൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ അവൻ അവസാനം നാശമടഞ്ഞു പോകുന്നതാണ്, മുങ്ങിപ്പോകുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അതിൽ ഉണ്ടായിരുന്ന ഒരു സഹാബി ഫത്തഹ് ഖാൻ സാഹിബ്, അദ്ദേഹം യഥാർത്ഥത്തിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ജമാഅത്തിൽ നിന്നും മുർത്തദാവുകയും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ പോവുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ കാര്യം പറയുമ്പോൾ ആർക്കും മനസ്സിലായിരുന്നില്ല. പക്ഷെ പിന്നീട് ഇദ്ദേഹം മുർത്തദായ സമയത്താണ് ആ കാര്യം മറ്റു സഹാബാക്കൾക്ക് അത് വ്യക്തമായി എന്ന് അവർ പറയുകയുണ്ടായി. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതാണ്, ഈ ഒരു വിശ്വാസത്തോടൊപ്പം നമ്മൾ ഒരു വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ വിശ്വാസത്തോടൊപ്പം യഥാർത്ഥത്തിലുള്ള യഖീൻ നമുക്കില്ല എങ്കിൽ, ദൃഢവിശ്വാസം നമുക്കില്ല എങ്കിൽ, ഉള്ളതിൽ കുറെ സംശയങ്ങളും അതുപോലെ തന്നെ പരിഹാസങ്ങളും അതല്ലെങ്കിൽ ചില തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെയാണ് നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ അവരൊരിക്കലും തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല. അതാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വിശ്വാസത്തോടൊപ്പം ദൃഢവിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങളും ത്യാഗങ്ങളും അനിവാര്യമാണ്. അവരാണ് യഥാർത്ഥത്തിൽ വിജയത്തിലേക്ക് ചെന്നെത്തുന്നത്. ഇതും ആ യാത്രയിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകിയിട്ടുള്ള ഒരു പാഠമാണ്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹോഷിയാർപൂരിൽ എത്തുകയും അങ്ങനെ അവിടെ 2 നിലയുള്ള ബിൽഡിംഗ് ആണ്. ഇന്നും നമുക്കറിയാം ആ ബിൽഡിംഗ് അങ്ങനെ തന്നെ ഉണ്ട്. നമ്മളൊക്കെ കാദ്യാനിൽ പോകുന്ന സമയത്ത് അവിടെയും പോകാറുണ്ട്. ഏതായാലും അതിന്റെ താഴെ ഭാഗത്താണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ 3 സഹാബാക്കളോട് താമസിക്കാൻ പറഞ്ഞത്. മുകളിലായിരുന്നു മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം താമസിച്ചിരുന്നത്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ച് ഡ്യൂട്ടികൾ ഈ 3 സഹാബാക്കൾക്കും നൽകി. പുറത്തു പോകാനും ഭക്ഷണം ഉണ്ടാക്കാനും അതിഥികളെ സൽക്കരിക്കാനും ഇങ്ങനെ പല ഡ്യൂട്ടികളും ആ 3 സഹാബാക്കൾക്കും നൽകുകയുണ്ടായി. മാത്രമല്ല മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിക്കരുത്. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി മാത്രം പറയുക. ഏതായാലും കുറെ നിർദ്ദേശങ്ങളൊക്കെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകി. ഭക്ഷണം അവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് പോകാനാ പറഞ്ഞത്. ഭക്ഷണം വെച്ചു എന്ന് പറയാനും കൂടി ചെയ്യേണ്ടതില്ല. മറിച്ച് ഞാൻ ചിലപ്പോൾ തിന്നും ചിലപ്പോൾ തിന്നാതിരിക്കും, അതൊന്നും നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചോദിക്കേണ്ടതില്ല എന്നൊക്കെ അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്വഹാബാക്കളോട് പറഞ്ഞിരുന്നു. ഏതായാലും ആ 40 ദിവസത്തെ തപോയജ്ഞത്തിൽ അള്ളാഹു ഒരുപാട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിക്കുകയുണ്ടായി. അല്ലെങ്കിൽ വഹിയുകൾ, ഇൽഹാമുകൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിച്ചു. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ സഹാബാക്കളോട് തന്നെ പറഞ്ഞു, അതായത് എന്നോട് എത്രത്തോളം അള്ളാഹു സംസാരിച്ചു എന്നാൽ അത് ഞാൻ എഴുതുകയാണെങ്കിൽ ഒരുപാട് പേജുകൾ അതിനു വേണ്ടി വരും, അത്രയും അള്ളാഹു എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. അതിനുശേഷം അള്ളാഹു മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു തപോ യജ്ഞത്തെയും ആ ധ്യാനത്തെയും അതുപോലെ തന്നെ അവിടെ ചെയ്ത പ്രാർത്ഥനകളെയും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഇത് ചെയ്തത് ആ ലക്ഷ്യത്തെയും പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹു മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് സുവാർത്ത നൽകുകയുണ്ടായി. അതായത് തനിക്ക് ജനിക്കാൻ പോകുന്ന ഒരു പരിശുദ്ധ സുതനെ സംബന്ധിച്ചുള്ള പ്രവചനം
മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയും ആ പ്രവചന ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും അതുപോലെ തന്നെ പല ആളുകൾക്കും, പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അത് അന്ന് എത്തിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ ദുആയുടെ ഫലം എന്ന രീതിയിൽ, അവിടെ ദുആയുടെ ഫലം എന്ന് പറഞ്ഞാൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചിരുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അന്നത്തെ ആളുകൾക്ക് ദൃഷ്ടാന്തം കാണിക്കുക എന്നുള്ളതായിരുന്നു. ആ ദൃഷ്ടാന്തം കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ സുവാർത്ത നൽകപ്പെടുകയുണ്ടായി. അതില് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒന്ന് പറഞ്ഞത്, ഞാൻ നിന്റെ പരമ്പരയെ ഒരുപാട് വർദ്ധിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, അന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശത്രുക്കള് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിനെ സംബന്ധിച്ചും വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരുന്നത് ഈ പ്രസ്ഥാനവും അതുപോലെ തന്നെ ഈ കുടുംബവും ഇതോടുകൂടി നശിച്ചു പോകുന്നതാണ് എന്നാണ്. പക്ഷെ അള്ളാഹു അവിടെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് സുവാർത്ത നൽകുന്നു, ഞാൻ നിന്റെ ഈ പരമ്പര അതിനെ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന്. ഇന്ന് നോക്കാം, 100 വർഷങ്ങൾ കഴിഞ്ഞു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കുടുംബം ഇന്ന് എവിടെയെല്ലാം എത്തി നിൽക്കുന്നു. ആ കുടുംബത്തിൽ ഏതെല്ലാം രീതിയിലുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകി. അദ്ദേഹത്തിന്റെ പുത്രനും അതുപോലെ തന്നെ അവരുടെ മക്കൾക്കും അതുപോലെ തന്നെ 3ാമത്തെ തലമുറക്കും അള്ളാഹു ഖിലാഫത്ത് എന്ന അനുഗ്രഹീതമായിട്ടുള്ള അത്യുന്നതമായിട്ടുള്ള ആ ഒരു സ്ഥാനം പോലും അള്ളാഹു നൽകുകയുണ്ടായി. ഇന്ന് എത്രത്തോളം ആ കുടുംബം ഈ ലോകത്ത് വ്യാപിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ പ്രവചനത്തിൽ പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ ആ സുവാർത്ത നൽകിയിരുന്ന ഒരു കാര്യം ഒന്ന് അതായിരുന്നു. ഇന്ന് നമ്മളത് പൂർത്തിയാകുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ അതിൽപ്പെട്ട ഒന്നാണ് ബാദ്ഷാ തേരെ കപ്പടോ സെ ബർക്കത്ത് ഢൂണ്ടെങ്കിൽ, രാജാക്കന്മാർ നിന്റെ വസ്ത്രത്തിൽ നിന്നും അനുഗ്രഹം തേടും. നമുക്ക് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ കാലഘട്ടത്തിൽ നമ്മൾ MT-യിലൊക്കെ ലൈവായിട്ട് തന്നെ നമ്മൾ കണ്ടതാണ്. പല രാജ്യങ്ങളിലെയും രാജാക്കന്മാരും അതുപോലെ തന്നെ വലിയ വലിയ ആളുകളും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുകയും ആ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസ്ത്രത്തിൽ നിന്നും അനുഗ്രഹം തേടുന്ന കാഴ്ചകൾ നമ്മൾ MT-യിലൂടെ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ പ്രവചനവും ആ സുവാർത്ത എത്ര വ്യക്തമായ രീതിയിൽ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു. അതുപോലെ തന്നെ അതിനോടൊപ്പമാണ് മുസ്ലിം മൗദിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വാഗ്ദത്ത ഒരു പരിഷ്കർത്താവിനെ സംബന്ധിച്ച്, ഒരു പരിശുദ്ധ സുതനെ സംബന്ധിച്ച് പ്രവചനവും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നൽകുന്നത്. ഒരു പരിശുദ്ധ പുത്രൻ, അതിന്റെ അടയാളങ്ങൾ നേരത്തെ ഇവിടെ വായിച്ചു കേൾപ്പിച്ചതാണ്. അപ്പൊ അതില് ഒരുപാട് ഗുണങ്ങളോട് കൂടിയ ഒരു പുത്രൻ, ആ പുത്രനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകം എത്രത്തോളം പുരോഗതി പ്രാപിച്ചു എന്ന് നമുക്കറിയാം. എന്നാൽ പോലും നമുക്ക് ഇന്ന് കൃത്യമായിട്ട് ഒരു കുട്ടി ഉണ്ടാകുമെന്നും ആ കുട്ടി ആൺകുട്ടിയാകുമെന്നും ആ കുട്ടി ദീർഘായുസോടുകൂടി നിലനിൽക്കുമെന്നും, ഇനിയിപ്പോ ദീർഘായുസോടുകൂടി നിലനിന്നാൽ തന്നെ അത് എത്രത്തോളം, നമുക്കൊക്കെ ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടി ഒരു 10-15 വയസ്സ് വരെ നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ വളർത്തിയാൽ തന്നെ അത് അവസാനം എവിടെ എത്തുന്നു പോലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എന്തെല്ലാം ഗുണങ്ങൾ ഈ കുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ, ആ ഗുണങ്ങളൊക്കെ തന്നെ പൂർത്തിയാകുന്ന രീതിയിലുള്ള ഒരു വാഗ്ദത്ത പുത്രനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയുണ്ടായി. അപ്പൊ എങ്ങനെയാണ് ഒരു അള്ളാഹുമായി ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ അള്ളാഹു അറിയിക്കാതെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവചനം ചെയ്യാൻ സാധിക്കുക? നമ്മുടെ അമീർ സാഹിബ് എപ്പോഴും പറയാറുണ്ട് ഈ കാര്യം. അപ്പൊ ഈ രീതിയിലുള്ള 1-2 കാര്യങ്ങളല്ല, ഇത്രയും അടയാളങ്ങൾ, അതും നിസാരമായിട്ടുള്ള അടയാളങ്ങളല്ല അതിൽ പറയുന്നത്. നമുക്കറിയാം, അതിന്റെ ഒരു അടയാളത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ മുഹമ്മദ് സലീം സാഹിബ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ചെയ്ത ഒരു സേവനാണത്. മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏതെങ്കിലും ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാഷണമോ എടുത്താൽ, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം എടുത്താൽ, അധികം ഗ്രന്ഥങ്ങളും ചിലപ്പോൾ പ്രഭാഷണങ്ങൾ തന്നെയായിരിക്കും. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം നൽകുന്ന അറിവുകൾ, അദ്ദേഹം നൽകുന്ന ആ ജ്ഞാനം, അതും ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്.
അപ്പൊ അത് എത്രത്തോളമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾക്കത് ഒരു പ്രസംഗമാക്കി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പോൾ എത്രയോ ക്ലാസ്സുകൾ വേണ്ടി വരും. അതായത് മുസ്ലിം മൗദ് ഒരു പ്രഭാഷണം നടത്തിയത് നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് എത്രയോ ക്ലാസ്സുകൾ എടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള അറിവുകളാണ് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു നൽകിയത്. ഞാൻ പറഞ്ഞു വരുന്നത് ആ രീതിയിൽ അല്ലാഹു ആ ഗുണങ്ങളൊക്കെ തന്നെ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിൽ പൂർത്തിയാക്കി എന്നുള്ളതാണ്. ഈ ഒരു പ്രവചനം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത സമയത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചനം അവിടെ ലോകം മുഴുവൻ അറിയപ്പെട്ടു. നമ്മൾ നോക്കണം, ഇന്നൊക്കെ നമുക്ക് ഈ വാട്സപ്പും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. അന്ന് അതൊന്നുമില്ല. എന്നിട്ടും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ചെയ്തിരുന്ന സേവനങ്ങൾ എത്രത്തോളാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കിന്ന് തബ്ലീഗ് ചെയ്യാൻ എല്ലാ മാധ്യമങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ എത്ര ചെയ്യുന്നു? പക്ഷെ അന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം 10,000-കണക്കിന് ആളുകളിലേക്ക് ആ സന്ദേശം അന്ന് എത്തിച്ചു. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പ്രവചനങ്ങൾ കേട്ടിട്ട് ജനങ്ങള് കാതോർത്ത് നിൽക്കുകയായിരുന്നു, കാതും കൂർപ്പിച്ച് നിൽക്കുകയായിരുന്നു. എങ്ങനെയാണ് പൂർത്തിയാവുന്നത്, അത് പൂർത്തിയാകുമോ, അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും എന്ന് കരുതിക്കൊണ്ട്. അപ്പം ആ രീതിയിൽ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിയിരുന്നു. അപ്പൊ അതിൽ നമുക്കറിയാം, ആര്യ സമാജത്തിലെ പണ്ഡിറ്റ് ലേഖറാം ആ സമയത്ത് എന്നെ അള്ളാഹു അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര വക ഒരു പ്രവചനം അദ്ദേഹം നടത്തി. എന്നെ അള്ളാഹു അറിയിച്ചിരിക്കുന്നു. അതായത് മിർസ സാഹിബ് പറഞ്ഞതുപോലുള്ള ഒരു കുട്ടി മിർസ സാഹിബിന് ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ അധികം കാലം ജീവിക്കുള്ളൂ, 2-3 വർഷം ജീവിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നൗദുബില്ല മരിച്ചു പോകുന്നതാണ്. ഈ പ്രസ്ഥാനവും ആ രീതിയിൽ നശിച്ചു പോകുന്നതാണ്. അത് പിന്നെ അദ്ദേഹത്തിന്റെ പരമ്പരയും നശിച്ചു പോകുന്നതാണ്. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ ഗുണങ്ങൾ എന്തൊക്കെയാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറഞ്ഞത്, അതുപോലെ അദ്ദേഹത്തിന്റെ ദോഷങ്ങളാണ് പറഞ്ഞത്. മുസ്ലിം മൗഊദ് എന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മുഫ്സിദ് മൗഊദ് ആയിരിക്കും, ഔദുബില്ല. അതായത് വാഗ്ദത്ത കുഴപ്പക്കാരനായിരിക്കും. അത് ഈ രീതിയിൽ പരിഹസിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പരിഹസിക്കുന്ന രീതിയിൽ ഈ രീതിയിൽ ഒരു പ്രവചനം അദ്ദേഹം നടത്തുകയാണ്. നമുക്കറിയാം ചരിത്രത്തിൽ പിന്നെ എന്താ സംഭവിച്ചത്, ലേഖറാമിന് എന്താ സംഭവിച്ചത് നമുക്കറിയാം. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചനം ഏത് രീതിയിലാണ് മഹത്തായ രീതിയിൽ അത് പൂർത്തിയായത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും ആ പ്രവചനം എത്രത്തോളം ജനങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ ഓരോ കുട്ടി ജനിക്കുമ്പോൾ, ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ആളുകൾ ഒച്ച ഉണ്ടാക്കിയിരുന്നു, അതാ പ്രവചനം പൊളിഞ്ഞു പോയിരിക്കുന്നു, കാരണം പെൺകുട്ടിയാണ് ജനിച്ചത്. അതുപോലെ ഒരു കുട്ടി ജനിച്ചു, കുറച്ച് കഴിഞ്ഞ് ഒരു ആൺകുട്ടി ജനിച്ചു, ബഷീർ അവ്വൽ വഫാത്തായി. ആ സമയത്തും ആളുകൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി, അതാ പ്രവചനം ചെയ്യപ്പെട്ട പുത്രൻ മരിച്ചിരിക്കുന്നു. അതായത് ജനങ്ങൾ ആ രീതിയിൽ അത്രയും ആ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അള്ളാഹു അതിനൊക്കെ മറുപടിയായിട്ട് പിന്നീട് ഈ രീതിയിൽ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ നൽകുകയും ആ പ്രവചന രീതിയിൽ പൂർത്തിയാവുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം 76 വയസ്സ് വരെ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചു എന്ന് മാത്രമല്ല, അതൊരു ചരിത്രമാണ്. അതിൽ 52 വർഷം ഖിലാഫത്ത് പദവിയിലാണ് അദ്ദേഹം നിലനിന്നത്. ഖലീഫയായിട്ടാണ് 52 വർഷം. ഈ ഒരു ജീവിതകാലത്ത് ഈ പറഞ്ഞ എല്ലാ രീതിയിലുള്ള ഗുണങ്ങളും അദ്ദേഹത്തിൽ പൂർത്തിയായി എന്നുള്ളതാണ്. ജമാഅത്തിനെ ഏത് സ്ഥലത്ത് നിന്ന് ജമാഅത്തിനെ എവിടേക്ക് എത്തിച്ചു എന്നുള്ളതും ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഫിത്നകൾ ഉണ്ടായത് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തിലാണ്. ആ ഫിത്നകൾ മുഴുവനും തന്നെ മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ കഴിവുകൾ കൊണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിനൊക്കെ തന്നെ അവിടെ നിർത്തലാക്കുകയും അതിനെ ഉപരോധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്കറിയാൻ കഴിയുന്നതാണ്. ഒരു ഭാഗത്ത് ഇസ്ലാമിനെ വിജയിപ്പിക്കണം, മറുഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യണം. അങ്ങനെ എല്ലാ രീതിയിലും മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ആ പ്രവചനങ്ങളൊക്കെ തന്നെ ശിരസ വഹിച്ചുകൊണ്ട് അതിനൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് ആ പുരോഗതിയിലേക്ക് ജമാഅത്തിനെ എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ജമാഅത്തിന്റെ ചരിത്രത്തിൽ കാണുന്നത്. ഈ നമുക്കറിയാം, ഇന്നും ജമാഅത്ത് ഈ 135 വർഷം കൊണ്ട് ഇന്നും ജമാഅത്ത് പുരോഗതി പ്രാപിച്ചുകൊണ്ടേ പോവുകയാണ്. അതായത് ആ രീതിയിൽ അള്ളാഹു ജമാഅത്തിനോടൊപ്പം ഇന്ന് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിന്റെ സത്യത സ്ഥാപിച്ച് കാണിക്കുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലക്ഷ്യം. മറ്റു പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അടയാളങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പല അടയാളങ്ങളും പല പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അള്ളാഹു കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ അടയാളങ്ങളൊക്കെ തന്നെ കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്.
പക്ഷെ ഇവിടെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ഈ ഒരു മുസ്ലിം മൗദിനെ സംബന്ധിച്ചുള്ള ഈ ഒരു പ്രവചനം, ഈ ഒരു അടയാളം, ഇത് എത്രത്തോളം കാലം നിലനിന്നു എന്നുള്ളതും അതിന്റെ അടയാളങ്ങൾ ഇന്നും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും അത് എത്രത്തോളം മഹത്തായ പ്രവചനമാണ്. അതുകൊണ്ടാണ് ജമാഅത്തിലെ മുസ്ലിം മൗദ് ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം എന്താണ്, ഇതിന്റെ മഹത്വം എന്താണ്, ഇതിന്റെ ലക്ഷ്യം എന്താണ്, ഇതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തരാനാണ് മുസ്ലിം മൗദ് ദിനം ഓരോ വർഷവും ആചരിക്കാൻ വേണ്ടി ജമാഅത്ത് നമ്മളോട് പറയുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ജമാഅത്ത് നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകളും ജമാഅത്ത് പുറത്താക്കുന്ന ആളുകളും ഒക്കെ അവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ കുറച്ച് സേവനമൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ കുറെ അറിവുണ്ടാവും, പക്ഷേ അതിലൊക്കെ പിന്നെ അഹങ്കാരം വന്നിട്ടൊക്കെ പിന്നെ ഓരോ റൂട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെയുള്ള ആളുകൾ പിന്നെ വാദിക്കുന്ന എന്താണ്, മുസ്ലിം മൗദാണ്. ഇന്ന് ലോകത്ത് പല സ്ഥലത്തും, അമേരിക്കയിലും ജർമ്മനിയിലും പാകിസ്ഥാനിലും ഉണ്ടെന്നാണ് തോന്നുന്നത്, പല സ്ഥലങ്ങളിലും UK യിലും ഉണ്ട്, മുസ്ലിം മൗദാണെന്ന് വാദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ മുസ്ലിം മൗദിനെ സംബന്ധിച്ച് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആരാണ് മുസ്ലിം മൗദ് എന്ന്? നിന്റെ ബീജത്തിൽ നിന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഏതോ ഒരു കാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഞാൻ മുസ്ലിം മൗദ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് പൂർത്തിയാവും? നിന്റെ ബീജത്തിൽ നിന്ന്, നിന്റെ പരമ്പരയിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്നായിരിക്കും. 3 വാക്കുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എവിടുന്നോ ഒരാൾ കയറിയിട്ട് പറയാണ് ഞാൻ മുസ്ലിം മൗദാണ്. അതുപോലെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വ്യക്തമായ രീതിയിൽ പറയുന്നു, അതായത് തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, ആ കുട്ടി ജനിച്ചിരിക്കുന്നു. അപ്പൊ ഇന്നിപ്പോ ഈ വാദിക്കുന്ന ആൾക്കാരൊക്കെ അന്ന് ജനിച്ചവരാണോ? 130, 140 വയസ്സായ ആൾക്കാരാണോ എന്നുള്ളത്? അതുപോലെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ മുസ്ലിം മൗദിനെ സംബന്ധിച്ചുള്ള പ്രവചനം നടത്തി, ആ കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് ഇന്ന് 9 വയസ്സായി എന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയും. ഇത്ര വ്യക്തമായ രീതിയിലാണ് ആരാണ് മുസ്ലിം മൗദ് എന്ന് അന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നുണ്ട്. ഇപ്പൊ അടുത്ത് മുസ്ലിം മൗദിനെ സംബന്ധിച്ചുള്ള ഒരു ഖുത്ബയില് കുറച്ച് വർഷം മുമ്പ് ഹുസൂർ പറഞ്ഞിരുന്നു. വളരെ രസകരമായ രീതിയിൽ ഹുസൂർ അതിന് മറുപടി നൽകി. ഹുസൂറിന് അറിയാലോ ഇന്ന് എവിടേക്കാണ് മുസ്ലിം മൗദ് എന്ന് വാദിക്കുന്നത്. അതിന് ഹുസൂർ വളരെ ഒരു നല്ലൊരു ഉദാഹരണം ഹുസൂർ പറയുന്നത്, ഒരാൾ ദാഹിച്ചിട്ട് നമ്മളോട് വെള്ളം ചോദിക്കുകയാണ്. ദാഹിച്ചിട്ട് ഒരാൾ വെള്ളം ചോദിക്കുമ്പോൾ അയാളോട് പറയാണ്, മോനെ അവിടെ നിൽക്കും, 1 മാസം കഴിഞ്ഞിട്ട് എനിക്ക് വെള്ളം തരാം. ഹുസൂർ പറയാണ്. അതുപോലെ അന്ന് അള്ളാഹുവിനോട് മസീഹ് മൗഊദ് അലൈഹി സ്വലാം ദുആ ചെയ്യാണ് ഇന്നുള്ള ആളുകൾക്ക് അടയാളം കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഞാൻ 100 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അടയാളം കാണിച്ചു തരാം. അതുപോലുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ചില ആളുകൾ പറയുന്നത്. ഏതായാലും അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഏതായാലും മസീഹ് മൗഊദ് അലൈഹി സ്വലാം വളരെ വ്യക്തമായ രീതിയിലാണ് ഹദ്റത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജനനത്തിന് ശേഷം ഇദ്ദേഹം മുസ്ലിം മൗദ് ആണ് എന്ന് വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഞാൻ ഈ പറഞ്ഞ പ്രവചന പ്രകാരം ഉള്ള ആ കുട്ടി ജനിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ കുട്ടി ഇന്നും ജീവനോടെ ഉണ്ട്. ആ കുട്ടിക്ക് ഇന്ന് 17 വയസ്സായിരിക്കുന്നു. പിന്നീട് പറയാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം, ആദ്യം പറഞ്ഞ 9 വയസ്സായിരുന്നു, പിന്നെ 17 വയസ്സായപ്പം പറയാണ് ആ കുട്ടി ഇന്നും ജീവനോടെ ഉണ്ട്, ആ കുട്ടിക്ക് ഇന്ന് 17 വയസ്സായിരിക്കുന്നു എന്ന്. മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമായി ജനിക്കുകയും ആ പ്രവചനങ്ങളൊക്കെ പൂർത്തിയാവുകയും ചെയ്തു ജീവിതത്തിൽ. മാത്രമല്ല അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് വരെ മുസ്ലിം മൗഊദ് ഞാൻ മുസ്ലിം മൗഊദ് ആണ് എന്ന് പറഞ്ഞിരുന്നില്ല. അത് അറിയിച്ചപ്പോഴാണ് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഈ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് പ്രഭാഷണങ്ങളിലൂടെ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹു എന്നെ മുസ്ലിം മൗദാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രവചനം ചെയ്ത ആ മുസ്ലിം മൗഊദ് അത് ഞാനാണ് എന്ന് എന്നെ അള്ളാഹു അറിയിച്ചിരിക്കുന്നു, അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്നിട്ടും ഹുസൂർ പറയാണ്, ഇനി ഇത് തെറ്റാണെന്ന് നിങ്ങൾ ആരെങ്കിലും അള്ളാഹ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ മുബാഹലക്ക് ക്ഷണിക്കുന്നു എന്നും കൂടി ഹുസൂർ പറയുകയുണ്ടായി. താനാണ് എന്നുള്ള കാര്യവും ജനങ്ങളുടെ മുമ്പാകെ പറയുകയുണ്ടായി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം മൗദ് ദിനം ആചരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിലും ചില കടമകളുണ്ട്. അന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചത് ഇസ്ലാമിന്റെ ആ സത്യത അത് ലോകത്ത് മനസ്സിലാക്കി കൊടുക്കുക,
അള്ളാഹുവിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ തബ്ലീഗ് എന്നുള്ള ഒരു ലക്ഷ്യമാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നത്. ആ ആഗ്രഹത്തിനാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തതും അത് ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യങ്ങളൊക്കെ ചെയ്തതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഈ ഒരു പ്രവചനവും അതുപോലെ തന്നെ ഈ അടയാളവും മസീഹ് മൗഊദ് അള്ളാഹു കാണിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ആഗ്രഹിച്ചത് ജനങ്ങൾ ഈ അടയാളങ്ങൾ കാണണം എന്നുള്ളതായിരുന്നു. അതായത് അള്ളാഹു ഇന്നും ജീവനുള്ള അള്ളാഹു ഉണ്ട്, ആ അള്ളാഹു ജീവ ദൃഷ്ടാന്തങ്ങൾ ഇന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടയാളങ്ങൾ ജനങ്ങൾക്ക് കാണണം, ജനങ്ങൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷണിച്ചത്. അപ്പൊ ഇന്ന് 2 കടമകൾ നമ്മളുണ്ട്. ഒന്ന്, ഈ തബ്ലീഗ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്വയം ഇന്ന് ജീവൽ ദൃഷ്ടാന്തങ്ങൾ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ നമ്മൾ അള്ളാഹുവിന്റെ അടയാളങ്ങളും അത്തരത്തിലുള്ള അതിന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കടമകളും അള്ളാഹുവിനോടുള്ള കടമകളും നമ്മൾ നിർവഹിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിന് നമ്മൾ പരിശ്രമിക്കുക, നമ്മുടെ കടമകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ പരിശ്രമിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ആ രീതിയിലുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മുസ്ലിം മൗദ് ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും അതിന്റെ ലക്ഷ്യങ്ങളെ മനസ്സിലാക്കാനും ആ ലക്ഷ്യങ്ങളെ കൈവരിക്കുന്നവരായി തീരുവാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.